അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട്. ഈ സിനിമ തിയേറ്ററിൽ വന്നു പോയിട്ട് ഏറെക്കുറെ ഒരു മാസത്തോളമായി. പിന്നെ അതിനെക്കുറിച്ച് എന്തിനു സംസാരിക്കുന്നു, ചെറിയൊരു റിവ്യൂ എന്തിന് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് സിനിമാറ്റോഗ്രാഫിയാണ്. ആ സിനിമാറ്റോഗ്രാഫിയിൽ റെഫറൻസ് നോക്കാറുള്ള LJPയുടെയും അമൽ നീരജ് സാറിൻ്റെയും ഒക്കെ സിനിമകൾ, അതുപോലെ ഇയോബിൻ്റെ പുസ്തകം, വരത്തൻ, അങ്ങനെയുള്ള ഒരുപാട് സിനിമകളുണ്ട്. ആ സിനിമകളുടെയൊക്കെ മേക്കിങ്ങിനെ വെല്ലുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് അഞ്ചക്കള്ള കോക്കാൻ പൊറാട്ട്. അതുപോലെ തന്നെ മറ്റൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സിനിമ റിലീസ് ചെയ്ത് ഫസ്റ്റ് ഷോ ഇൻ്റർവെല്ലാകുമ്പോഴേക്കും റിവ്യൂ ചെയ്യുന്നവരുണ്ട്. സിനിമ തല്ലിപ്പൊളിയാണെങ്കിലും നല്ലതെന്ന് പറഞ്ഞ് റിവ്യൂ ചെയ്യുന്നവരുണ്ട്, കാണാതെ റിവ്യൂ ചെയ്യുന്നവരുണ്ട്. പക്ഷേ നമ്മളെപ്പോഴാണോ ഒരു സിനിമ കാണുന്നത്, ആ സിനിമയിൽ നമുക്ക് കണക്റ്റ് ആയത് വെച്ച് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് അവർക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ കാണട്ടെ എന്നുള്ളത് മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. മലയാള സിനിമകളിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്ത്, പ്രത്യേകിച്ച് 2024 മലയാള സിനിമ ലോക സിനിമയുടെ നെറുകയിൽ തന്നെ എത്തി നിൽക്കുന്ന രീതിയിൽ മികച്ച കലാസൃഷ്ടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേ സമയത്ത് ഈ സിനിമ തിയേറ്റർ വിജയമല്ലെങ്കിൽ കൂടിയും മലയാളികൾ കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള മേക്കിംഗ് ആണ് എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു റിവ്യൂ ചെയ്തത്. പ്രത്യേകിച്ച് അഞ്ചക്കള്ള കോക്കാൻ എന്ന സിനിമയുടെ എഡിറ്റിംഗ്, ക്യാമറ, BGM, ആർട്ട് ഒരു രക്ഷയില്ലാത്ത സംഗതിയാണ്. എഡിറ്റിംഗിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ട്രെയിലറൊക്കെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീലില്ല, ഒരു കിക്ക്, പെട്ടെന്ന് ഇങ്ങനെ കണ്ട് മിന്നി മറിഞ്ഞു പോകുന്ന, പ്രത്യേകിച്ച് ഭയങ്കര വീണ്ടും അത് കാണാൻ തോന്നുന്ന ഒരു ആകാംക്ഷ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു എഡിറ്റിംഗ്, കട്ട് ഒക്കെ വരുന്ന രീതിയിലാണ് സിനിമ മുഴുവൻ. പ്രത്യേകിച്ച് ചില ട്രാൻസിഷനൊക്കെ കൊടുത്തിരിക്കുന്നത് വിഷ്വലുമായിട്ട്, ആ ഒരു സീനുമായിട്ട് ഭയങ്കര സിങ്കായിട്ട്. ഞാനിപ്പോൾ അടുത്തൊന്നും ഇങ്ങനെ ഒരു സിനിമയിൽ അങ്ങനെ ഒരു എഡിറ്റിംഗ് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത് ഭയങ്കര ഇഷ്ടമായിട്ടൊരു സംഗതിയാണ്. പിന്നെ BGM ഒരു രക്ഷയില്ല. സുഷിൻ ശ്യാമും അതുപോലെ അനിരുദ്ധൊക്കെ ചെയ്തു വെച്ചിരിക്കുന്ന BGM ഒക്കെ പോലെ തന്നെ തിയേറ്ററിൽ ഇത് കാണാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഭയങ്കര മിസ്സിംഗ് ഉണ്ട്. തിയേറ്ററിലാണ് ഇത് കണ്ടിരുന്നെങ്കിൽ വേറെ ലെവലായിരുന്നു. അതുപോലെ തന്നെ ക്യാമറ, ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രാഫിയാണ്. പ്രത്യേകിച്ച് സിനിമാറ്റോഗ്രാഫി ഇല്ല ഓരോ മൂവ്മെൻറ്റുകളും ഓരോ സീനിന് അത്രയ്ക്കും ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അരുൺ മോഹൻ സാർ അത് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. അതിൻ്റെ കളർ പാറ്റേൺ, ആ ഒരു ദൃശ്യത്തിൽ, ആ ഒരു സ്ഥലത്ത് ആ ഒരു കളർ ടോൺ അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. ആ കളർ ടോണിലേക്ക് നമ്മളങ്ങ് ലയിച്ചു പോവുകയാണ്. ആ ഒരു പ്രത്യേക സ്ഥലത്ത് നമ്മളും ക്യാമറയോടൊപ്പം പോകുന്ന രീതിയിലാണ് ക്യാമറയും അതുപോലെ ഈ കളർ ടോണും നമുക്ക് സിങ്ക് ആവുന്നത്, കണക്റ്റ് ആവുന്നത്. അതാണ് മറ്റൊരു എടുത്തു പറയേണ്ട ഒരു സംഗതി. പ്രഡിക്റ്റബിൾ ആണ്, കുറേയൊക്കെ പ്രഡിക്റ്റബിൾ ആണ്. നമുക്ക് അടുത്ത് എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ സബ്ജക്റ്റിനേക്കാളും ഇത് മേക്ക് ചെയ്തിരിക്കുന്ന ഒരു രീതി വെച്ച് ഗംഭീരം എന്നല്ലാതെ ഒന്നും പറയാനില്ല. ഗില്ലാപ്പീസ് എന്ന് പറയുന്ന രണ്ടാൾക്കാർ വന്നിട്ട്, അതായത് പ്രവീൺ ടീച്ചയും മെറിൻ ജോസും, രണ്ട് പുതിയ ഐറ്റം പയ്യന്മാരാണ്. അവർ വന്നിട്ട് കുറച്ച് പരിപാടിയുണ്ട്. ആ പരിപാടി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി ഈ സിനിമയ്ക്ക്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ അഞ്ചക്കള്ള കോക്കാൻ ലുക്മാനാണ് ടൈറ്റിൽ റോള് കൈകാര്യം ചെയ്യുന്നത്. കണ്ടിട്ടില്ലേ കാണുക. OTTയിൽ റിലീസായിട്ട് കുറച്ചായി. എനിക്ക് ഇപ്പോഴാണ് കാണാൻ പറ്റിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് പറയണമെന്ന് തോന്നി. ഓക്കെ.